വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ച് വേഗം കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറിയത്. കാരണം സ്കൂളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയില്ലെങ്കിൽ ഓട്ടോ വരുന്ന സമയത്ത് ഇവർ റെഡി ആയില്ലെങ്കിൽ പിന്നെ ഓട്ടോ ആണെങ്കിൽ അതേപോലെ കുട്ടികളെ വിട്ടിട്ട് പോകും. പിന്നെ നമ്മളായിരിക്കണം അവരെ കൊണ്ടുവിടേണ്ടിയൊക്കെ. അതിനൊന്നും ടൈം കിട്ടിയില്ല എന്ന് എനിക്ക് ഷുവറാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കി ഇതൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് കുട്ടികളെ റെഡിയാക്കാമെന്ന് വിചാരിച്ച്. എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും. നമുക്ക് ഈ സ്കൂളിലുള്ള ദിവസം ഒരു ടെൻഷന് കാര്യങ്ങളൊക്കെ കൂടുതലല്ല. എൻ്റെ സിസ്റ്റേഴ്സും അതേപോലെ കസിൻസൊക്കെ അങ്ങനെ തന്നെയാണ് പറയാറ്. പിന്നെ കുട്ടികളാണെങ്കിൽ മദ്രസ പോവും, അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കും, ഫുഡ് കഴിക്കേണ്ട, അങ്ങനെ ആ ഒരു ചെറിയ ഗ്യാപ്പിലാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഞാനിന്ന് നെയ്പ്പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രി പച്ചരി ആയിരുന്നു കുതിരാൻ വെച്ചത്. കൂടുതൽ ഞങ്ങൾ വീട്ടിൽ ദോശയാണ് അങ്ങ് ഉണ്ടാക്കാറ്. കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല കറി, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കറി ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ നെയ്പ്പത്തല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൂരിയ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ്റെ നല്ലൊരു കറി ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ നെയ്പ്പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ബബ്ബൂസിന് ലസാക്കാണെങ്കിൽ ഇങ്ങനെ നെയ്പ്പത്തലൊക്കെ ഉണ്ടാക്കിയാൽ കറി അങ്ങനെ വേണമെന്നൊന്നുമില്ല, അവരിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അത് കഴിച്ചോളും. പിന്നെ നല്ല പോലെ ഇത് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് ഇത്ര നല്ലൊരു രീതിയിൽ ആവാറില്ല, കാരണം അത് കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൂടുതലായാലും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് ഞാൻ ടിഫിനൊക്കെ റെഡിയാക്കി വെക്കുക. ബബ്ബൂസിനും ലസാക്കും മാത്രം ടിഫിന് കൊടുക്കാറ്. ബാക്കി 2 പേരും പിന്നെ ക്യാൻറ്റീനിന്ന് കഴിക്കാറാണ് പതിവ്. അവർ ചോറ് തന്നെ അവിടുന്ന് കഴിക്കും. ബബ്ബൂസ് പിന്നെ എപ്പോഴും തലേ ദിവസം തന്നെ പറയും, അമ്മ ടിഫിനിൽ അതിടണ്ട ഇതിടണ്ട. അവൾക്ക് അങ്ങനെ ഫുഡൊന്നും ഇഷ്ടമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് വായിലിട്ടാലെല്ലാം അവൾ കറക്റ്റ് കഴിച്ചോളൂ. പിന്നെ സ്കൂളിൽ നമുക്ക് പിന്നെ അവൾ തനിയെ കഴിക്കണമല്ലോ. ദോശ പോലും ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് സിസർ കൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ടിഫിനിൽ ഇടാറ്. പിന്നെ നമ്മൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ടാസ്ക് പോലെ തന്നെ. രാവിലെ എന്നും കുട്ടികളെ ആ ഒരു ടൈമിങ്ങിൽ ഒരുക്കണം, അതേപോലെ ടിഫിന് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഒന്നും വിട്ടു പോകാൻ പാടില്ലല്ലോ. പിന്നെ ഓട്ടോ വരുന്ന സമയത്ത് റെഡിയായിട്ട് പുറത്ത് നിന്നില്ലെങ്കിൽ അവർ കുട്ടികളെ വിട്ടു പോകും. അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളും ടെൻഷനാണ് ഇന്ന് രാവിലെ. എല്ലാവരും പറയുന്ന കാര്യം, എനിക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ 2-3 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യണമല്ലോ, ഒരു കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ. എന്താ ബബ്ബൂസിയുടെ നെയ്പ്പത്തിൽ കഴിച്ചുകൊണ്ടുണ്ട്. അവൾ ദോശ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളൂ. അവൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഹാർഡായ അപ്പമൊക്കെ കഴിക്കുമ്പോൾക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ഒന്നെങ്കിലും വായിലിട്ട് കൊടുക്കും. അല്ലെങ്കിൽ അവൾ അങ്ങനെ കുറേ ഒന്നും കഴിക്കില്ല, കുറച്ചാണ് കഴിക്കാറ്. അവളെ മിസ്സൊന്നും വഴക്ക് പറയാറുണ്ട്. പിന്നെ ബബ്ബൂസ് ബാക്കി എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ്. ഫുഡ് കഴിക്കുന്ന ഒരു കാര്യത്തിൽ ഇതുവരെ അവൾ ഒന്ന് കറക്റ്റായിട്ടേ ഇല്ല എന്ന്. പിന്നെ ചെറുതല്ല, വയ്യ, കുറച്ച് കഴിയുമ്പോഴൊക്കെ ശീലമായിക്കോളും. അങ്ങനെ ഇതടാ ബബ്ബൂസ് എന്തൊക്കെയാ പറയുന്നത്, ടി വിയും കണ്ട് കഴിച്ചുകൊണ്ടുണ്ട്. പിന്നെ അവർ ഓട്ടോ വന്നങ്ങനെ ലസയും ബബ്ബൂസ് പെട്ടെന്ന് പുറത്തിറങ്ങി. മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൊട വേണോ അത് വേണം ഇത് വേണിട്ട് ബബ്ബൂസ് ഇങ്ങനെ ചൊറയാക്കലുണ്ട്. ഇന്ന് പാവം നേരെ പോകുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്തും പോയി. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ഓഫീസിൽ പോകാനുണ്ട്, അതേപോലെ സൈറ്റിലൊക്കെ പോകാനുണ്ട്. അതിന് മുമ്പ് പിന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഫുള്ള് കുട്ടികൾ പോകുന്ന സമയത്ത് അതും ഇതും അവിടെയെല്ലാം വലിച്ചിട്ടിട്ടൊക്കെ ആണല്ലോ പോകുന്നത്. പിന്നെ അതേപോലെ ഞാനും കൂടി വിട്ടിട്ട് പോയാൽ പിന്നെ വരുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സമാധാനക്കുറവും, അതേപോലെ ഫുള്ള് മൂഡ് ഓഫ് ആവും ആ ദിവസം തന്നെ. അങ്ങനെ വെച്ചിട്ടുള്ള ദിവസമായിരിക്കും ഗസ്റ്റ് ആരെങ്കിലും വീട്ടിൽ വരുന്നത്. അപ്പം ഞാൻ സാധാരണ അങ്ങനെ കുട്ടികൾ പോയ ഉടനെ എനിക്ക് പറ്റുന്നത്ര ക്ലീൻ ചെയ്തിട്ട് ഞാനും പിന്നെ ഓഫീസിൽ പോവും. അങ്ങനെ പെട്ടെന്നൊന്ന് ഫുൾ അടിച്ചിട്ട് വാരിയിട്ട് തോർത്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ തുണികളാണെങ്കിൽ ഇപ്പം മഴയെ കൊണ്ട് തീരെ ഉണങ്ങാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മുകളിൽ ടെറസിലൊന്നും ഇടാറേയില്ല. അങ്ങനെ ഈ തുണിയിടുന്ന സ്റ്റാൻഡിനെടുത്തിട്ട് താഴെ ഇട്ട്
പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫാനിൻ്റെ അടിയിലാണെങ്കിൽ ഇതൊക്കെ നല്ല പോലെ ഉണങ്ങിക്കൊള്ളുമല്ലോ. അങ്ങനെ ഞാൻ ഇത് ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മാറ്റുന്നുള്ളത്, ഹാളിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ എടുത്താലും പിന്നെ അതിനെ മടുക്കാനൊന്നും എനിക്കിപ്പോൾ ടൈം ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ സ്റ്റാൻഡോട് കൂടി ഇതിനെ ഹാളിലിങ്ങനെ വെക്കാമെന്നൊക്കെ. പിന്നെ ഞാൻ ഈ ടി വി ഓൺ ചെയ്തത് സില്ലു ടോക്കിൻ്റെ ചാനൽ ഞാനൊന്നും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെനിക്കൊരു മോട്ടിവേഷനും കൂടിയാണ്. നമ്മളെപ്പോലെ തന്നെ പിന്നെ 4 കുട്ടികളും, ഇവർക്ക് 5 കുട്ടികളുണ്ട്. പിന്നെ വ്ളോഗ് ചെയ്യുന്ന ഭയങ്കര സ്മാർട്ടായ ഒരു ലേഡിയാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടവും റെസ്പെക്റ്റും കൂടിയാണ്. അങ്ങനെ ഞാനിതാ ഓരോ ജോലി പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട്, കുട്ടികളാണെങ്കിൽ ചെരുപ്പ് ആടെയും ഇടിയും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകും. എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. ഇങ്ങനെ തന്നെയാണോ നിങ്ങളെ വീട്ടിലും? പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കാണെങ്കിൽ അങ്ങനെ ടൈം കിട്ടാറുമില്ല. മദ്രസയിൽ നിന്ന് വരും, പിന്നെ അതേ സ്പീഡിൽ സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ പഠിക്കലും ഹോംവർക്കും അങ്ങനെ എപ്പോഴും ബിസി എന്നല്ലേ കുട്ടികളാണെങ്കിലും. പിന്നെ നമ്മളെ ജോലി പിന്നെ നമ്മളല്ലാത്ത പിന്നെ ആര് ചെയ്യാൻ? ടോയ്സ് ആണെങ്കിൽ ബബ്ബൂസ് ഫുൾ ആടെ വീടൊക്കെ വലിച്ചിടും. അവൾക്കൊരു ഇങ്ങനെ ടോയ്സ് ഇടുന്ന ടെൻറ്റ് ഹൗസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു തരണം. അവളിട്ട് എപ്പോഴും പറയും ഞാൻ അതിനകത്ത് മാത്രം ഇട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും ഇതിനെ വലിച്ചിട്ട് ഒന്ന് കൊണ്ടുവരരുതെന്ന്. പക്ഷെ എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല. പിന്നെ കുട്ടികളുടെ ഷൂ ഒക്കെ ഞാൻ കൊട്ടിയിട്ട് ഇങ്ങനെ ആ ദീവാനിൻ്റെ അടിയിലാണ് വെക്കാറ്. അവിടെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഇട്ട് പോവാമല്ലോ. അങ്ങനെ കൂടുതലും ഷൂ ഒക്കെ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കും. ബബ്ബൂസ് ഇല്ലെങ്കിൽ മുകളിൽ വെച്ചാൽ പിന്നെ മമ്മ വാ എടുത്തിട്ടാ. ഞാനാണെങ്കിൽ ആ സമയത്ത് ബിസി ആണെങ്കിൽ എനിക്ക് പോവാനും പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള ഷൂസൊക്കെ ഇവിടെ തന്നെ വെക്കാറ്. പിന്നെ ഞാൻ വേഗം ബെഡ്റൂമിലും കൂടി പോയി. അവിടെ ആണെങ്കിലും കുട്ടികൾ ഇങ്ങനെ ബെഡ്ഷീറ്റും അതും ഇതൊക്കെ വലിച്ചിട്ടിട്ടുണ്ടാവും. അങ്ങനെ കേർട്ടനൊക്കെ ഓപ്പൺ ചെയ്ത്, വിൻഡോസ് ഇങ്ങനെ പോകുന്ന സമയത്തൊന്നും ഓപ്പൺ ചെയ്ത് വെക്കാറില്ല ഒക്കെ. പിന്നെ നമ്മൾ വീട്ടിലുള്ള സമയത്ത് 2 വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കും. പോകുന്ന സമയത്തൊക്കെ നമ്മൾ വെച്ചാൽ പിന്നെ എന്തെങ്കിലും അകത്ത് വന്ന് കൂടിയാലൊന്നും നമുക്ക് അറിയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഒന്നാമത് ഇത് മഴക്കാലമല്ലേ. അങ്ങനെ ഞാൻ ബെഡ്റൂമൊക്കെ എല്ലാം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോവാറ്. പിന്നെ എനിക്കിന്ന് വേഗം പോയിട്ട് വന്നിട്ട് ഒരു അപ്പം കൂടി ചുടാനുണ്ട്. എന്ത് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഹസ്ബൻഡ് തോട്ടത്തിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു നല്ല പഴുത്ത ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുമ്പൊക്കെ കൊടുന്ന ചക്ക ഒന്നും അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ ചക്കപ്പം ഉണ്ടാക്കി തരുമെന്ന്, ഇലയിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചക്കപ്പം. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ പിന്നെ അതിന് വേണ്ട അരിയൊക്കെ കുതിരാൻ വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. വന്ന ഉടനെ ഉണ്ടാക്കാമല്ലോ. പിന്നെ അതിനിടയിൽ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ ഓഫീസിൽ പോയിട്ടൊക്കെ വന്നിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. രാവിലെ തന്നെ ആ പണിക്ക് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നടക്കില്ല. വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചക്കപ്പത്തിന് വേണ്ട ഇലയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വരുമ്പോഴേക്ക് അതിൻ്റെ ഇലയൊക്കെ കൊണ്ടുവരണമെന്ന്. കൊണ്ടുവന്നാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ ബബ്ബൂസിൻ്റെ ടോയ്സൊക്കെ ഇട്ട് വെക്കുന്ന ടെൻറ്റാണ്. ഇതിനകത്താണെങ്കിൽ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ടായിന്. പിന്നെ ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫുള്ള് കൊട്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. കാരണം കുട്ടികൾ അതിനകത്ത് കയറിയിട്ടെന്നല്ല അസാവും ബബ്ബൂസും എന്നും കളിക്കാറ്. അപ്പോൾ പിന്നെ ഈ പൊടിയൊക്കെ മൂക്കിലൊക്കെ പോയാൽ പിന്നെ ജലദോഷം അത് ഇതൊക്കെ വരാൻ വേറെന്ത് വേണ്ടല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ തീർത്ത് വീട്ടിലെത്തിയിട്ടുണ്ടൊക്കെ. പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് ടൈമൊന്നും പോരാ, ഒരുപാട് ടൈമൊക്കെ എടുക്കുക. കാരണം എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ ഇത് ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് തരാറൊക്കെ. പിന്നെ ഇപ്പോൾ ഉമ്മക്ക് അത്ര വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഹസ്ബൻഡ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി. അങ്ങനെ പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് ഫസ്റ്റ് ടൈം ആണൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിന് വേണ്ട ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ സീറ്റിലെടുത്ത് വെച്ച്, പിന്നെ അരിയാണെങ്കിൽ പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കുതിരാനൊക്കെ വെച്ചിട്ടാണ് പോയത്. ഇത്
ദോശ ചുടുന്ന പച്ചരിയൊക്കെ അത് ഞാൻ കുതിരാൻ വെച്ചിട്ടൊക്കെ പോയത്. ഇത് എത്ര ഇടണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഓരോന്നിങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇല ആണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഉപ്പിലിങ്ങാൻ്റെ ഇല. ഇത് ഹസ്ബൻഡ് കൊണ്ടുവച്ചിട്ട് പോയതെന്ന് തോന്നുന്നു. ആളില്ല ഇപ്പോൾ വീട്ടിൽ. പിന്നെ ഞാൻ രാവിലെ പോകുന്ന സമയത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ഇല മാത്രം എത്തിക്കണമെന്ന്. സാധാരണ ഈ ചക്കപ്പോൾ ഉണ്ടാക്കുന്ന ജാതിൻ്റെ ഇലയാണ് എൻ്റെ ഉമ്മക്ക് ഉണ്ടാക്കാറ്. ഈ ജാതിൻ്റെ ഇല ആണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൂടുതൽ അതിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയലുണ്ട്. പിന്നെ ആ ഒരു ടേസ്റ്റും ഉള്ളത് തന്നെ. പിന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഹസ്ബൻഡിൻ്റെ പറഞ്ഞത് ജാതിൻ്റെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാതെ നിൽക്കണ്ട, ഉപ്പിലിങ്ങാൻ്റെ ഇലയാലും കുഴപ്പമില്ല, ഇതിലും എൻ്റെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. ആ ഇല കിട്ടിയില്ലെങ്കിൽ ഈ ഇല യൂസാക്കാറുണ്ട് ഉമ്മ. അങ്ങനെ ഞാൻ അതൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ തോർത്തിട്ടപ്പോൾ ഒരു സൈഡ് വെച്ച്. പിന്നെ ബെല്ലം ഇതവിടെ കുത്തിക്കൊണ്ടുണ്ട്. കാരണം മിക്സിയിലിടുന്ന സമയത്ത് അത് നല്ല പോലെ കുത്തിയിട്ട് പൊടിയാതിന് ശേഷം ഇട്ടാൽ പിന്നെ കറക്റ്റ് അരിഞ്ഞ് കിട്ടുമല്ലോ. ചക്കൊക്കെ വേഗം വന്നിട്ട് പീസാക്കിയിട്ടൊക്കെ വേറെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ പ്ലേറ്റിലിട്ട് വെച്ച്. പിന്നെ ഒരു കൊപ്പര തേങ്ങ എടുത്തിട്ട് അതിനും ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് വെച്ച്. അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതിന് കൂടുതൽ തേങ്ങ ഇടണം. തേങ്ങേൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ അപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉമ്മക്ക് പറയുന്ന കേൾക്കാം. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ മിക്സീൻ്റെ ജാറെടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് പച്ചരി ഇട്ട്, പിന്നെ ചക്ക ഇട്ട്, ചെറുകിയ തേങ്ങ കൂടി ഇട്ട്, പിന്നെ കുറച്ച് വെല്ലവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർക്കാൻ പറ്റുമല്ലോ ഒക്കെ. ചേർക്കുമ്പോൾക്ക് ഫുള്ള് നിറയുമല്ലോ. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ ഇത്ര ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് കുറേ പുട്ടൊക്കെ ആവുമല്ലോ, മാവ് കുറേ കിട്ടും നമുക്ക്. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അരച്ചിട്ടൊക്കെ. പിന്നെ വെള്ളമാവാനും പാടില്ല ഈ അരക്കുന്ന സമയത്തില്ല. ഇങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കാരണം ഇത് നമ്മൾ അയാലയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി പോകും വെള്ളമായാൽ. ആവശ്യത്തിന് മാത്രം ഒരു ജസ്റ്റ് ഇങ്ങനെ മിക്സിയിൽ അടിയാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് വെള്ളം ആഡ് ചെയ്താൽ മതിയൊക്കെ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ പായസത്തിന് എന്തിനായാലും സ്വീറ്റ് എന്തുണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ച് പിന്നെ പെട്ടെന്ന് ഇത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അരക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് അരിയണം എന്നൊന്നുമില്ല. ഒക്കെ ഒരു നല്ല പോലെ അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇങ്ങനെ നല്ലോണം മൈ പോലെ അരിയണം എന്നൊന്നുമില്ല. അപ്പോൾ ആ ജസ്റ്റ് ഇങ്ങനെ തേങ്ങ ഒക്കെ ഇങ്ങനെ കടിക്കാനെല്ലാം ജസ്റ്റ് ഒന്ന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് എക്സ്ട്രാ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ആദ്യത്തെ ഇതൊക്കെ ഇട്ടത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഈ വീഡിയോ എൻ്റെ ഉമ്മയൊക്കെ കണ്ടാൽ എന്തായാലും ഉമ്മക്ക് അതിശയാവും. കാരണം ഞാനിത് ഉണ്ടാക്കാൻ ട്രൈ ആക്കിയല്ലോ പറഞ്ഞിട്ട് ഉമ്മക്ക് സന്തോഷം കൂടി ഉണ്ടാവും. ഉമ്മ ഇന്ന് വഴക്കറിയാറുണ്ട് ഞങ്ങളൊക്കെ. ഞാനായാലും എൻ്റെ ഇത്ത, എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അങ്ങനെ. ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലും ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പം അത് ഉണ്ടാക്കിത്തരും, ഇത് ഉണ്ടാക്കിത്തരും, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും ഉമ്മ പാവം എല്ലാം ഉണ്ടാക്കി തരാറാണ്. അപ്പോൾ ഉമ്മ എപ്പം പറയും നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം, ഞാൻ എപ്പോഴും ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാകണില്ലല്ലോ. അങ്ങനെല്ലാം ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ എന്തായാലും നമ്മൾ എല്ലാം ട്രൈ ചെയ്തിട്ട് നോക്കണമല്ലോ. എന്നാലല്ലേ ഓരോന്നായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഏത് ജോലിയാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ അത് ഫുഡായാലും ഇനി എന്തായാലും അതുപോലെ തന്നെയല്ല. അങ്ങനെ ഇതൊക്കെ ഞാനിതാ അരച്ചിട്ട് ആ ഒരു പാത്രത്തിലിട്ട്. പിന്നെ ഈ പീസാക്കിയ തേങ്ങ ഒരിക്കലും മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഇടരുതൊക്കെ. ഇത് ബാക്കിയെല്ലാ ചേരുവകളൊക്കെ ഇട്ടിട്ട് അരച്ചതിന് ശേഷം ഇത് അവസാനം ഇങ്ങനെ ആ പിട്ടിലേക്ക് മാവിലേക്കൊക്കെ, നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പിട്ട് എന്നാണ് പറയാൽ. അങ്ങനെ ആ മാവിലേക്ക് ഞാൻ ആ പീസാക്കിയ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുള്ളതൊക്കെ. ആ പീസുള്ള തേങ്ങ ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഈ അപ്പത്തിൻ്റെ ഒരു സ്പെഷ്യലും പറയുന്നത് ആ തേങ്ങ ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നു. പിന്നെ ചക്കൻ്റെ ആ ഒരു ഫ്ലേവർ മണോ നല്ല ടേസ്റ്റാണ്. ഇത് എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാത്ത ആൾക്കാർ, അധികം പേർക്ക് ഇത് അറിയാമെന്ന് വിചാരിക്കുന്നത്.
അങ്ങനെ ഞാൻ ഇലയിൽ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇലയൊക്കെ എടുത്ത് പിന്നെ ഇതിന് ഓരോ സ്പൂണായിട്ട് അതിലിങ്ങനെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചാൽ മതി. കുറേ ഇങ്ങനെ കട്ടിയിൽ ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, കാരണം വെന്തും കിട്ടണമല്ലോ, കുറേ ടൈം വേണം ഇതൊക്കെ വേവാൻ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് മനസ്സിൽ നല്ലൊരു സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലുമാണ് ആ സമയത്ത് ഞാൻ ഉണ്ടായത്. കാരണം നമ്മളെ പാരൻസ് ആണല്ലോ ഇതുപോലത്തെ പണ്ടത്തെ അപ്പങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് സക്സസ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടല്ല നമ്മൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഈ ഇലയിലിട്ട് ഇങ്ങനെ മടുക്കുന്ന സമയത്ത് മാവൊക്കെ അതിലിങ്ങനെ ഒതുങ്ങി നിന്നിട്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമായി. അപ്പോൾ ഇതെന്തായാലും ഓക്കെ ആവും എന്നൊരു എന്താ പറയുക എക്സ്ട്രാ ഒരു ധൈര്യം കിട്ടിയ പോലെ. പിന്നെ ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്ന് ഇലയെടുത്ത് ഇങ്ങനെ ആ മാവൊക്കെ ഒഴിച്ച് ഫോൾഡ് ചെയ്തുകൊണ്ടിരുന്ന്. കുട്ടികൾ വരുന്നാട്ടിന് മുമ്പ് ഈ ജോലി എന്തായാലും തീർക്കണമെന്നുണ്ടായിരുന്നു. ബബ്ബൂസ് ആണെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് ഒന്നിച്ച് കൂടാൻ. ഈ കടുമ്പൊക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ അവൾ ഓടി വരും, അമ്മ എനിക്കൊരു ബോൾ താ ഞാനും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഇങ്ങനെ കിച്ചണിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ ഇടങ്ങിറാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ലതായി, പെട്ടെന്ന് ഇങ്ങനെ തീർക്കാമല്ലോ. ഇല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ കോഫി അത് ഇതിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരും, അപ്പോൾ പിന്നെ നമ്മളെ പണി നടക്കില്ലല്ലോ. ഞാൻ വിചാരിച്ച് മാവ് ഒരുപാട് പിന്നെ അധികം ഉണ്ടാവുന്നു, പക്ഷെ കറക്റ്റ് എത്ര ഇല ഉണ്ട് അത്രയൊക്കെ ആ മാവ് കറക്റ്റായിട്ടുണ്ടാക്കുക. അങ്ങനെ മാവ് വേസ്റ്റായിട്ടൊന്നുമില്ല ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മനസ്സിനുള്ളിലൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കല്ലോ ഓക്കെ ആയിക്കോളൂ. പിന്നെ പറ്റില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ അത് പറ്റാത്തതെന്ന് നമുക്കെല്ലാം പറ്റൂ എന്നൊരു ആ ഒരു കോൺഫിഡൻസിൽ എന്ത് ചെയ്താലും അത് സക്സസ് എന്ന്. അത് നമുക്ക് ഈ കാര്യമൊന്നല്ല, കുക്കിങ്ങിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, മറ്റു പല ഏത് ജോലി ആയാലും. അപ്പം നമുക്കത് പറ്റും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അത് ഞാനായാലും ഇനി ആരായാലും സെയിം തന്നെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പുതിയ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിന് മനസ്സിൽ നല്ല ഷുവർ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കുമെന്ന്. പിന്നെ നമുക്കെല്ലാം ഇപ്പം എന്തുണ്ടാക്കാനും ഈസി അല്ല, കാരണം ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്തിട്ട് സെർച്ചാക്കിയാൽ ഏത് ഐറ്റം വേണമെങ്കിലും അതിലുള്ളതല്ല. അപ്പോൾ അതിന് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാവും അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കിട്ടുമല്ലോ. ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉമ്മക്കൊന്ന് ജസ്റ്റ് കോൾ പോലും ചെയ്തിട്ടുണ്ടായിട്ടില്ല, കാരണം ഞാൻ യൂട്യൂബ് ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ എൻ്റെ ഉമ്മ പണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ഓർമ്മയിലല്ലോ പിന്നെ ട്രൈ ചെയ്തതൊക്കെ. പിന്നെ ഉമ്മക്കാണെങ്കിൽ ഞാൻ വിളിച്ചാലും ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കും, എന്താണ് പിന്നെ നേരായ അപ്പം നേരായ, പിന്നെ ഇലയിൽ അങ്ങനെ മടുക്കണം ഇങ്ങനെ മടുക്കണം അങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വിളിക്കാനൊന്നും നിന്നിട്ടേ. പിന്നെ ഉമ്മ ആണെങ്കിൽ ഇവിടെ അടുത്ത് എൻ്റെ സിസ്റ്റർ അവിടെ ഇല്ല, ഉമ്മ ലോങ്. എൻ്റെ നേരെ സിസ്റ്റർ ഇപ്പോൾ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്, അത് കുറച്ച് ലോങ്ങാണ്. പിന്നെ ഈ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഉമ്മക്ക് ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങനെയാണ് കോളൊന്നും ചെയ്യാത്തത്. ഉമ്മാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളെ വിളിച്ചിട്ടല്ലോ തരുമല്ലോ, അപ്പം നമ്മളും അതേപോലെ കൊടുക്കണമല്ലോ. പിന്നെ ഇത് കുറേ ലോങ്, നമുക്ക് എന്തായാലും അവിടെ എത്തിക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് ഞാൻ കോളാക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ചെറിയ സിസ്റ്റർ ഇവിടെ അടുത്തായതുകൊണ്ട് അവൾക്ക് നാളെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു കാര്യം, ഈ അപ്പം ഇന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നാളെ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് അറിയാം. അങ്ങനെ ഇതാ എൻ്റെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാഷാ അല്ലാ. നല്ല പോലെ വെന്തിട്ടുണ്ടൊക്കെ. പിന്നെ ഇത് വേവാനില്ല, ഏകദേശം 1 hour എങ്കിലും വേണമൊക്കെ, 1 മണിക്കൂർ കറക്റ്റ് വേണം വേവാൻ. അത് വലിയ തീയിലൊന്നും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറേ ടൈം പിടിച്ചാൽ ഇതേപോലെ നല്ല പോലെ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ ഒക്കെ. ഇത് നല്ല കറക്റ്റായിട്ടുണ്ട്, കറക്റ്റ് ഇങ്ങനെ കട്ടാക്കുന്ന സമയത്തൊക്കെ കട്ടായിട്ട് വരുന്നൊക്കെ ഉണ്ട്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ കറക്റ്റായിനൊന്ന് ഒരു അപ്പം എടുത്തിട്ട് ഇങ്ങനെ
തുറന്നിട്ട് നോക്കണം, അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന്. അങ്ങനെ ഞാൻ ആദ്യം ഒന്നെടുത്ത് തുറക്കുമ്പോൾ മാഷാല്ല എന്തൊരു നല്ലൊരു മണമുണ്ട്. ആ ചക്കപ്പത്തിൻ്റെ ഒരു ചക്കൻ്റെ ഫ്ലേവറും അപ്പത്തിൻ്റെയും ബെല്ലത്തിൻ്റെയും പിന്നെ തേങ്ങയുടെ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാനും അറിയാലോ, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് ഞാൻ സ്വന്തം ഉണ്ടാക്കിയിട്ട് SP ആണെന്ന് അങ്ങനെയൊന്നും നിങ്ങൾ പറയല്ലോ ഒക്കെ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ആ ടേസ്റ്റ് മണമൊക്കെ കണ്ടിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും വൈകുന്നേരമല്ല ഒരു ചായയും പിന്നെ അപ്പമൊക്കെ കഴിക്കാമെന്ന്. കുട്ടികളൊക്കെ വന്നിട്ടുമില്ല, കുട്ടികളൊന്നും എത്തിയിട്ടില്ല വീട്ടിൽ. അവർ വരുന്നാട്ടിന് മുമ്പ് തന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് 2-3 അപ്പം പ്ലേറ്റിലിട്ടിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അല്ലേന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ആദ്യം ടേസ്റ്റ് നോക്കാൻ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്, കാരണം ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ കഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം, കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ അതും കൂടി നോക്കിയിട്ട് വീട്ടിലെല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചതൊക്കെ. പിന്നെ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ടേസ്റ്റ് ഉള്ള കൊണ്ട് എനിക്ക് ഷുവർ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല പോലെ കഴിക്കുമെന്ന്. സാധാരണ ഇങ്ങനെ ഉണ്ടാക്കിയാലും അങ്ങനെ തീരാറേ ഇല്ല. ഇത് അന്ന് തന്നെ ഉണ്ടാക്കിയ അപ്പം തന്നെ എല്ലാവരും കഴിച്ചിട്ട് തീർന്നായിരുന്നു. ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരു 5-6 അപ്പം എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. എൻ്റെ ചെറിയ സിസ്റ്റർ ആണെങ്കിൽ വീടിന് കുറച്ച് അടുത്തൊന്നല്ല. അവൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചോദിക്കുക, ദീദി എന്താ എനിക്ക് കൊണ്ടുതരാത്ത. പിന്നെ അവൾക്ക് കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ. അങ്ങനെ ഈ ചക്കപ്പത്തിൻ്റെ റെസിപ്പി തന്നെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കുറച്ച് ലെങ്ത്ത് കൂടിയെങ്കിൽ കുഴപ്പമില്ല ഫുള്ളായിട്ട് കാട്ടിക്കാമെന്ന് വിചാരിച്ചതൊക്കെ. അറിയാത്തവർക്ക് ഇതൊരു ഹെൽപ്ഫുള്ളാവുമല്ലോ, അങ്ങനെയും കൂടി വിചാരിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ ബൈ.